ഹായ്, ഞാൻ ഷെറിൻ ഡേവിസ്. മാസ്റ്റർ മ്യൂച്വൽ ഫണ്ട് വിത്ത് ഹോംസ് സീരീസിൻ്റെ 3ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആദ്യ എപ്പിസോഡിൽ മ്യൂച്വൽ ഫണ്ട് എന്താണെന്നും അതിൻ്റെ ഘടന എന്താണെന്നും നമ്മൾ പഠിച്ചു. 2ാമത്തെ എപ്പിസോഡിൽ എന്തുകൊണ്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കണമെന്നും അതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ ചർച്ച ചെയ്തു. ഇവ രണ്ടും നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇനി ഈ എപ്പിസോഡിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളുടെ വിവിധ തരങ്ങളെക്കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ജാർഗൺസ് എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ സംസാരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. Welcome to the 3rd episode of our series, Master Mutual Fund with Homes. മ്യൂച്വൽ ഫണ്ടുകൾ വിവിധ തരത്തിൽ നമുക്ക് ലഭ്യമാണ് മാർക്കറ്റിൽ. അപ്പോൾ ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള നിക്ഷേപ ലക്ഷ്യങ്ങളും ഉണ്ട്. അതായത് ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ഉണ്ട്. അതായത് നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുടെ ഒരു റിസ്ക് കപ്പാസിറ്റി, അതുപോലെ എത്ര നാൾ അയാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, അതിനൊരു ഡ്യൂറേഷൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതിന് അനുയോജ്യമായിട്ടുള്ളതാണ് ഈ മ്യൂച്വൽ ഫണ്ടുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടൊരു ഫണ്ട് തിരഞ്ഞെടുക്കാനായിട്ട് ഇങ്ങനെയുള്ള ഡിഫറൻസുകളാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഇക്വിറ്റി ഫണ്ടുകൾ. എന്താണ് ഇക്വിറ്റി ഫണ്ടുകൾ എന്ന് പറയുന്നത്? ഇക്വിറ്റി ഫണ്ടുകൾ പ്രധാനമായിട്ടും ഓഹരികളിൽ നിക്ഷേപിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ. അതായത് സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഈ ഇക്വിറ്റി ഫണ്ടുകൾ പ്രധാനമായിട്ടും നിക്ഷേപിക്കുന്നത്. അപ്പോൾ ഈ ഫണ്ടുകൾക്ക് ആണ് താരതമ്യേന ഏറ്റവും കൂടുതൽ റിട്ടേൺസ് നൽകാൻ സാധ്യതയുള്ളത് ഈ ഇക്വിറ്റി ഫണ്ടുകൾക്കാണ്. കാരണം ഇത് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഷെയറുകളുടെ വളർച്ചയിൽ നിന്നുമാണ് ഈ ഫണ്ടുകൾ പ്രയോജനം നേടുന്നത്. അപ്പോൾ എന്നാൽ ഈ വിപണിയുടെ ഉയർച്ച പോലെ തന്നെ അതുപോലെ തന്നെ അതിൻ്റെ താഴ്ചയും അതിൻ്റെ ഒരു വോളറ്റിലിറ്റി ഉണ്ടാകുന്ന കാരണം ഇക്വിറ്റി ഫണ്ടുകളാണ് താരതമ്യേന റിസ്ക് കൂടുതലും ഈ ഇക്വിറ്റി ഫണ്ടുകൾ തന്നെയായിരിക്കും. ഇനി ആർക്കൊക്കെ വേണ്ടി, അതായത് ഇക്വിറ്റി ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും അനുയോജ്യരായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്? ഒന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദീർഘകാലത്തേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആളുകളാണ് ഇക്വിറ്റി ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾ. എന്നൊരു 5 വർഷമോ അതിൽ കൂടുതലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇക്വിറ്റി ഫണ്ട് സെലക്ട് ചെയ്യാം. പിന്നെ ഉയർന്ന റിസ്ക്, നല്ലതായിട്ട് റിസ്ക് എടുക്കാനായിട്ട് കപ്പാസിറ്റിയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇക്വിറ്റി ഫണ്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ലോങ് ടൈമിലേക്കുള്ള നമ്മുടെ കുറേ ഡ്രീംസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു വീട് വയ്ക്കുക, അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് പ്ലാൻ. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ റിസ്ക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇക്വിറ്റി ഫണ്ട്സ് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രയോജനങ്ങൾ എന്ന് പറയുന്നത്? അപ്പോൾ നമ്മൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ, ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റ് ചെയ്തായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഇൻഡെക്സിൻ്റെ ഒരു റിട്ടേൺ വെച്ച് കാൽക്കുലേറ്റ് നോക്കി കഴിഞ്ഞാൽ ഒരു 10 to 12% ഒക്കെ ആനുവലൈസ്ഡ് റിട്ടേൺ കിട്ടാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ് അതിന്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഒരു ഇൻഫ്ലേഷൻ നമ്മൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനായിട്ടുള്ള റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂവാണ് ഈ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. പിന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ റിസ്ക്കുകളുള്ളത്? ഈ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് സാധാരണ വരുന്ന റിസ്ക് എന്തൊക്കെയാണ്? അതായത് സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റിന് അപ്പ് ആൻഡ് ഡൗൺസിന് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു ഷോർട്ട് ടൈമിലേക്കുള്ള ഫ്ലക്ച്വേഷൻസിൽ ഒരുപക്ഷെ ചിലപ്പോൾ നമ്മൾ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉയർന്ന റിസ്ക് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു മൂല്യം എന്ന് പറയുന്നത് വലിയ തോതിൽ എന്തുണ്ടാവും? ഏറ്റക്കുറച്ച്, അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ പെട്ടെന്ന് താഴാനും പൊങ്ങാനും അങ്ങനെ ഒരു വോളറ്റിലിറ്റിക്ക് സാധ്യത കൂടുതലായിരിക്കും ഇക്വിറ്റി ഫണ്ടുകളിൽ. ഇനി അടുത്തൊരു കാറ്റഗറി ഫണ്ട് എന്താണ്? ഡെറ്റ് ഫണ്ടുകൾ എന്നാണ് അടുത്തൊരു കാറ്റഗറി ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഡെറ്റ് ഫണ്ടുകൾ? ഡെറ്റ് ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ നോർമലി ഫിക്സ്ഡ് ഇൻകം തരുന്ന പോലത്തെ കുറേ അവന്യൂസ് ഉണ്ട്. ആ അവന്യൂസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളാണ് സ്വാഭാവികമായിട്ട് ഡെറ്റ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് സെക്യൂരിറ്റികൾ, അതുപോലെ കോർപ്പറേറ്റ് ബോണ്ടുകൾ, CDs, CPs, ട്രഷറി ബില്ലുകൾ, ഈ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് പോലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളെ, മ്യൂച്വൽ ഫണ്ടുകളെ സ്വാഭാവികമായിട്ടും ഈ ഡെറ്റ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെറ്റ് ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ അതിന് റിസ്ക് നമ്മൾ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ഇക്വിറ്റി ഫണ്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും? അതിന് അത്രയും റിസ്ക് ഉണ്ടാവണമെന്നില്ല. പിന്നെ നമ്മൾ ഡെറ്റ് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചില അപ്പ് ആൻഡ് ഡൗൺസ് ഇതിൽ നമുക്ക് എന്താണ് അതിൻ്റെ NAV-നെയും അതുപോലെ തന്നെ റിട്ടേൺസിലേക്ക് ബാധിക്കുമെങ്കിലും ഇക്വിറ്റി ഫണ്ട്സിന് അത്രയും റിസ്ക് ഈ പറഞ്ഞ ഡെറ്റ് ഫണ്ടുകളിൽ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. ഇനി ആർക്കൊക്കെയാണ് ഈ ഡെറ്റ് ഫണ്ടുകളിൽ ഉപയോഗിക്കാവുന്നത്, ഇൻവെസ്റ്റ് ചെയ്യാവുന്നത്? അതായത് ഡെറ്റ് ഫണ്ടുകളിൽ ശരിക്കും പറഞ്ഞാൽ വളരെ ഷോർട്ട് ടൈം മുതൽ, അതായത് ഒരു ദിവസം മുതൽ എത്ര ഇയേഴ്സിലേക്ക് വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള സ്കീമുകൾ ഈ ഡെറ്റ് ഫണ്ട് കാറ്റഗറിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ റിസ്ക് കുറഞ്ഞിട്ടുള്ള നിക്ഷേപങ്ങൾ അന്വേഷിക്കുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ അതായത് ഇക്വിറ്റി ഫണ്ടെങ്കിലും കുറച്ചുകൂടെ സേഫ് ആയിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, അങ്ങനെയുള്ള ലക്ഷ്യങ്ങളുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം? ഈ ഡെറ്റ് ഫണ്ട് നമുക്ക് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആ ഒരു കാറ്റഗറി ആയിരിക്കും അങ്ങനെയുള്ള ആളുകൾക്ക് നല്ലത്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? അത് റിസ്ക് താരതമ്യം ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, റിസ്ക് താരതമ്യേന കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താണ്? റിസ്ക് കുറയുമ്പോൾ റിട്ടേൺസും നമുക്ക് കുറവായിരിക്കും.
പിന്നെ മാത്രമല്ല ഇപ്പോൾ ഈ ഓഹരി വിപണിയുടെ ഒരു അപ്പ് ആൻഡ് ഡൗണിലൊക്കെ പേടിയുള്ള ആളുകൾക്കൊക്കെ കുറച്ചും കൂടി സുരക്ഷിതമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഡെറ്റ് ഫണ്ട്സ് ആണ് നമുക്ക് നല്ലതെന്ന് പറയും. പിന്നെ നോർമലി നമ്മുടെ ഒരു ഡെറ്റ് ഫണ്ടിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് ഒരു 6 to 10% ആയിരിക്കും സാധാരണ ഈ ഡെറ്റ് ഫണ്ടിൻ്റെ റിട്ടേൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റിട്ടേൺസ് ഒക്കെ വേണ്ട ആളുകളാണ് നമുക്ക് ഡെറ്റ് ഫണ്ടിൽ നമുക്ക് ഇൻവെസ്റ്റ്. പിന്നെ വേറെ കുറേ കാറ്റഗറി ഫണ്ട് ഈ ഡെറ്റ് ഫണ്ട്സുകളിൽ തന്നെ ഉള്ള കുറേ കാറ്റഗറിയാണ്. നമ്മുടെ ഇപ്പോൾ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്, ഷോർട്ട് ടൈം FDകൾ, ഇതിനേക്കാളൊക്കെ ബെറ്റർ ആയിട്ടുള്ള കുറേ സ്കീമുകൾ ഈ ഡെറ്റ് ഫണ്ടിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ ഇതിന് കുറേ റിസ്ക് ഫാക്ടർ, ഇപ്പോൾ ഈ ഡെറ്റ് ഫണ്ടുകളിലും റിസ്ക് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് അതിൽ റിസ്ക്കുകൾ എന്ന് നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ കേൾക്കാറുണ്ട് റിസർവ് ബാങ്ക് പലിശ കുറച്ചു, പലിശ കൂട്ടി. അപ്പോൾ ഇതിന് നോർമലി റിപ്പോ റേറ്റ്സിലുണ്ടാകുന്ന ഡിഫറൻസ്, ഇൻട്രസ്റ്റ് റേറ്റിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഇതിൻ്റെ ഒരു NAV, എൻ്റെ ഫണ്ടിൻ്റെ റിട്ടേൺസിനെ ബാധിക്കും. പിന്നെ മാത്രമല്ല ഇക്വിറ്റി ഫണ്ടുകളെ അപേക്ഷിച്ച് ഈ വരുമാനം എന്ന് പറയുന്നത് കുറച്ചും കൂടെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ലോങ് ടൈമിലേക്കുള്ള ഒരു വലിയ ലക്ഷ്യങ്ങൾക്കൊക്കെ നമ്മൾ ഈ ഡെറ്റ് ഫണ്ടുകൾ കൺസിഡർ ചെയ്യാന്ന് പറയുന്നത് അത് അത്ര നല്ലൊരു ചോയ്സ് ആവണമെന്നില്ല. അപ്പോൾ നിങ്ങളത് പരിശോധിച്ചിട്ട് മാത്രം നിങ്ങളതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സെലക്ട് ചെയ്യുക. ഇനി മൂന്നാമത്തെ കാറ്റഗറി ഫണ്ടുകൾ എന്ന് പറയുന്നത് ഒരു ഹൈബ്രിഡ് ഫണ്ടുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഹൈബ്രിഡ് ഫണ്ടുകൾ? ഹൈബ്രിഡ് ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഇക്വിറ്റിയിലും അതുപോലെ തന്നെ ഡെറ്റിലും ഇതിലൊക്കെ കമ്പൈൻഡ് ആയിട്ട് നിക്ഷേപിക്കുന്ന ഫണ്ടുകൾ, രണ്ടിലും കൂടി നിക്ഷേപിക്കുന്ന ഫണ്ടുകളാണ് നമ്മൾ സാധാരണ ഈ ഹൈബ്രിഡ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വിറ്റി ഫണ്ടിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ഡെറ്റിലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 50% ഇക്വിറ്റിയിലും 50% ഡെറ്റിലും ആണെങ്കിൽ അങ്ങനത്തെ ഫണ്ടുകൾ നമുക്ക് എന്ത് പറയാം, ഹൈബ്രിഡ് ഫണ്ടുകൾ എന്ന് നമുക്ക് സാധാരണ പറയാൻ പറ്റും. ഇനി ആർക്കൊക്കെയാണ് ഈ ഹൈബ്രിഡ് ഫണ്ടുകൾ ഏറ്റവും നന്നായിട്ട് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്? അപ്പോൾ ഒരു മിതമായ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റി ഫണ്ടിനേക്കാളും കുറച്ച് താഴ്ന്ന റിസ്ക്കും ഡെറ്റ് ഫണ്ടിനേക്കാളും കുറച്ച് കൂടിയ റിസ്ക്കും, അങ്ങനത്തെ റിസ്ക് ഒരു മോഡറേറ്റ് റിസ്ക് എടുക്കാൻ പറ്റുന്ന ആളുകൾക്കാണ് ഈ ഹൈബ്രിഡ് ഫണ്ട് നന്നായിട്ട് വരിക. ഹൈബ്രിഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റിയുടെ അത്രയും റിസ്ക്കും ഇല്ല, ഡെറ്റ് ഫണ്ടിൻ്റെ അത്രയും എന്താ പറയുക അങ്ങനെ താഴേക്കുള്ള, അപ്പോൾ അതിൻ്റെ ഒരു മിഡിലായിരിക്കും അത്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഒരു ടേം എന്ന് പറയുന്നത് ഒരു മീഡിയം ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഹൈബ്രിഡ് ഫണ്ട് സെലക്ട് ചെയ്യാം. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ മെച്ചങ്ങൾ എന്ന് പറയുന്നത്? മെച്ചങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇക്വിറ്റി ഫണ്ടിൽ കിട്ടുന്നൊരു ഹയർ റിട്ടേൺസ് നമുക്കിതിൽ അതിൻ്റെ ഒരു പാർട്ട് നമുക്കിതിൽ കിട്ടും. ഈ ഡെറ്റ് ഫണ്ടിൻ്റെ ഒരു സേഫ്റ്റി നമുക്കിതിൽ കിട്ടും. അപ്പോൾ ഈ രണ്ടും കൂടെ കൂടിയിട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് കാര്യങ്ങൾ അത് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുപോലെ ഇതിൻ്റെ ഒരു ഇക്വിറ്റി ഫണ്ടിൻ്റെയും ഡെറ്റ് ഫണ്ടിൻ്റെ ഇടയിലുള്ള റിട്ടേൺസ് ആയിരിക്കും ഒരു 8% 9% ഒക്കെ അങ്ങനെയായിരിക്കും നോർമലി റിട്ടേൺ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കാറ്റഗറി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുന്ന ആളുകൾക്കായിരിക്കും ഈ ഹൈബ്രിഡ് ഫണ്ടുകൾ നന്നായിട്ട് വരിക. ഇനി ഈ ഇക്വിറ്റി ഇതിൻ്റെ എന്തൊക്കെയാണ് റിസ്ക്കുകൾ എന്താണ്? ഇപ്പോൾ ഇക്വിറ്റി ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ആരും സ്വാഭാവികമായിട്ടും നമുക്ക് ഈ മാർക്കറ്റിൻ്റെ അപ്പ് ആൻഡ് ഡൗൺസിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസിനെ അഫക്റ്റ് ചെയ്യും, കാരണം ഇത് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്യുവറായിട്ട് നമ്മൾ 100% ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്ന അത്രയും റിസ്ക് നമുക്കൊരു പക്ഷേ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇക്വിറ്റി ഫണ്ടുകളേക്കാൾ റിസ്ക് കുറച്ച് കുറവായിരിക്കും, പക്ഷേ താരതമ്യേന റിസ്ക് ഉണ്ടാവും എന്നുള്ളതാണ് ഈ പറഞ്ഞ ഹൈബ്രിഡ് ഫണ്ടുകളുടെ ഒരു ഇതെന്ന് പറയുമ്പോൾ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് അഡ്വാൻറ്റേജ് ഫണ്ട്, അതുപോലെ ഇക്വിറ്റി ഡെറ്റ് ഫണ്ടുകൾ, ഈ അങ്ങനെ ഹൈബ്രിഡ് ഫണ്ട്, ആർബിട്രേജ് ഫണ്ട്, ഹൈബ്രിഡ് ഫണ്ട്സ്, ഇതൊക്കെയാണ് അതിൻ്റെ ഉദാഹരണങ്ങൾ. എല്ലാ AMCകളിലും നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ നിങ്ങളുടെ ഒരു ഞാൻ മുൻപ് പ്രതിപാദിച്ച പോലെയുള്ള നിങ്ങളുടെ ഒരു റിസ്ക് കപ്പാസിറ്റിയും റിട്ടേൺസും ഡ്യൂറേഷനും ഒക്കെ മനസ്സിലാക്കി ഈ പറഞ്ഞ 3 തരം ഫണ്ടുകൾ ഏതൊക്കെയാണ്? ഇക്വിറ്റി ഫണ്ട്, ഡെറ്റ് ഫണ്ട്, ഹൈബ്രിഡ് ഫണ്ടുകൾ. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് മാത്രം നിങ്ങളിതിനെ പ്ലാൻ ചെയ്യുക. മ്യൂച്വൽ ഫണ്ട് നമ്മൾ സാധാരണ കേൾക്കുന്ന കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ആണ്. ലാർജ് ക്യാപ് ഫണ്ട്, അതുപോലെ മിഡ് ക്യാപ് ഫണ്ട്, അതുപോലെ സ്മോൾ ക്യാപ് ഫണ്ടുകൾ എന്നൊക്കെ അല്ലേ. അപ്പം നമ്മൾ ആദ്യം ചർച്ച ചെയ്തത് എന്താണ് അതായത് അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു അവന്യൂസിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ്. അതായത് ഏതൊക്കെ തലങ്ങളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് നമ്മൾ കണ്ടത്, ഈ ഇക്വിറ്റി ഫണ്ട്, അതുപോലെ ഡെറ്റ്, ഹൈബ്രിഡ് ഫണ്ടുകൾ എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ ലാർജ്, മിഡ്, സ്മോൾ ക്യാപ്. ഈ ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഈ കമ്പനികളുടെ ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ അതായത് ഈ വിപണിയിൽ, അതായത് മാർക്കറ്റിലെ മൂല്യം അനുസരിച്ചാണ് ഇങ്ങനെയുള്ള ഫണ്ടുകളെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ലാർജ് ക്യാപ് ഫണ്ടുകൾ. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഈ ലാർജ് ക്യാപ് ഫണ്ടുകൾ എന്ന് പറയുന്നത് എന്താണ്? ഈ ലാർജ് ക്യാപ് എന്ന് പറയുന്നത് ഈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് ഈ ആദ്യത്തെ, അതായത് ഏറ്റവും വലിയ 100 കമ്പനികളിലായിരിക്കും ഈ പറഞ്ഞ ലാർജ് ക്യാപ് ഫണ്ടുകൾ നിക്ഷേപിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഏറ്റവും വലിയ 100 കമ്പനികൾ നിക്ഷേപിക്കുന്ന ഫണ്ടുകളെയാണ് ലാർജ് ക്യാപ് ഫണ്ടുകളെന്ന് നമ്മൾ പൊതുവെ ആ കാറ്റഗറിയിൽ നമ്മൾ വിളിക്കുക. അപ്പോൾ ഇനി നിങ്ങൾ ലാർജ് ക്യാപ് ഫണ്ട് എന്താണെന്ന് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും നല്ല അല്ലെങ്കിൽ ഏറ്റവും വലിയ 100 കമ്പനികളിലായിരിക്കും എന്നുള്ളതാണ്. ഇനി എന്തൊക്കെയാണ് ഈ ലാർജ് ക്യാപ് കമ്പനികളുടെ സവിശേഷതകൾ അല്ലെങ്കിൽ ലാർജ് ക്യാപ് ഫണ്ടുകളുടെ സവിശേഷതകൾ? ഈ കമ്പനികളിൽ എന്തായിരിക്കും? അത് വലിയ കമ്പനികളായതുകൊണ്ടാണ് അത് കുറച്ചും കൂടി ഒരു റിസ്ക് കുറവായിരിക്കില്ല. അതൊരു എന്താ പറയുക, അത്
ഒരു ടൈം ടെസ്റ്റഡ് ആയിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികളായിരിക്കും അല്ല. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും വെൽ നോൺ ആയിട്ടുള്ള കമ്പനികളായിരിക്കും, നല്ല മാനേജ്മെൻ്റ് ആയിരിക്കും, നല്ല സ്കെയിലബിലിറ്റി ഉള്ള പ്രോഡക്ട്സ്, അങ്ങനത്തെ കുറേ ഗുണങ്ങളുള്ള കമ്പനികളായിരിക്കും ഈ ലാർജ് ക്യാപ് കമ്പനികൾ എന്ന് പറയുന്ന കമ്പനികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കമ്പനികൾ നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകൾക്ക് എന്ത് കുറവായിരിക്കും? റിസ്ക് കുറവായിരിക്കും. ഇനി എങ്ങനെയുള്ള കാറ്റഗറി ഓഫ് ആളുകളാണ് ഈ ലാർജ് ക്യാപ് ഫണ്ടുകളിൽ നിക്ഷേപിക്കേണ്ടത്? അങ്ങനെ അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ നമുക്ക് ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് റിസ്ക് കുറച്ച് മതി, ഇക്വിറ്റി ഫണ്ടുകളിൽ തന്നെ നമുക്ക് റിസ്ക് കുറച്ച് മതി എന്ന് ചിന്തിക്കുന്ന ആളുകൾക്കാണ് ലാർജ് ക്യാപ് ഫണ്ടുകൾ കുറച്ചും കൂടി സൂട്ടബിൾ ആവുക. കാരണം ഈ ലാർജ് ക്യാപ് ഫണ്ടുകൾ ഏറ്റവും നല്ല 100 കമ്പനികളായതുകൊണ്ട് അത് ഈ കമ്പനികൾ തകർന്നു പോകാനായിട്ട് എന്തായിരിക്കും സാധ്യത കുറവായിരിക്കും അല്ലേ. അപ്പോൾ ഇനി എന്തൊക്കെയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മളിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉയർച്ച താഴ്ചകളുണ്ടാകുമ്പോൾ ഈ ഓഹരികളിൽ ഏറ്റവും കുറവ് ഈ പറഞ്ഞ വോളറ്റിലിറ്റി താഴ്ചയൊക്കെ ഉണ്ടാകുന്ന കമ്പനികളായിരിക്കും ലാർജ് ക്യാപ് എന്ന് പറയുന്നത്. അതായത് വോളറ്റിലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു റിട്ടേൺസ് എങ്ങനെയായിരിക്കും വരുന്നത്? അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 12% മുതൽ 15% വരെയൊക്കെ ആനുവലൈസ്ഡ് ഈൽഡ് എന്ന് ആ ഒരു കാറ്റഗറി ആയിരിക്കും ഈ പറഞ്ഞ ലാർജ് ക്യാപ് ഫണ്ടുകളുടെ റിട്ടേൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ലാർജ് ക്യാപ് ഫണ്ടുകളിൽ എന്തൊക്കെയായിരിക്കും നമുക്ക് ഗുണങ്ങളുള്ളത്? അത് ഒന്ന് സുസ്ഥിരമായിട്ടുള്ള അതിനൊരു ഗ്രോത്ത് ഉണ്ടാവും, നല്ല കമ്പനികളായിരിക്കും, നല്ല മാനേജ്മെൻ്റ് ആയിരിക്കും, അങ്ങനെയുള്ള കുറേ ഗുണം. പിന്നെ റിട്ടേൺസും താരതമ്യേന നമുക്കൊരു ആവറേജ് നല്ലൊരു മീഡിയം റിട്ടേൺസ് നമുക്ക് കിട്ടും. പിന്നെ എങ്ങനെയുള്ള ഇപ്പോൾ ലാർജ് ക്യാപ് ഫണ്ടുകൾ നമ്മൾ കുറേ കേട്ടിട്ടുണ്ടാവും, ഈ ബ്ലൂ ചിപ്പ് ഫണ്ടുകൾ എന്നുള്ള ഫണ്ടുകൾ, പിന്നെ അതുപോലെ തന്നെ ഈ ഫോക്കസ് ഫണ്ടുകൾ, ടോപ്പ് 100 ഫണ്ടുകൾ, അങ്ങനെയുള്ള ഫണ്ടുകളൊക്കെ ആയിരിക്കും പൊതുവേ അതൊക്കെ ഈ ലാർജ് ക്യാപ് കാറ്റഗറിയിൽ വരുന്ന മ്യൂച്വൽ ഫണ്ടുകളായിരിക്കും. ഇനി അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നതാണ് മിഡ് ക്യാപ് ഫണ്ടുകളാണ്. ഈ മിഡ് ക്യാപ് ഫണ്ടുകൾ ഇതുപോലെ തന്നെ ആ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ നമുക്കത് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലേ. അതായത് മിഡ് ക്യാപ് ലാർജ് ക്യാപിന് തൊട്ട് താഴെയായിരിക്കും മിഡിൽ ഒരു കാറ്റഗറിയിൽ വരുന്ന അതായത് ഈ ആദ്യത്തെ 100 ആ 100 എന്ന് പറയുന്നത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു 250 ഇതിലുള്ള മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, അതായത് 100-ന് താഴെ ഒരു 250 വരെയുള്ള കമ്പനികളായിരിക്കും ഈ മിഡ് ക്യാപ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ജനറലി അങ്ങനെയായിരിക്കും ആ കമ്പനി. അപ്പോൾ ആ മ്യൂച്വൽ ഫണ്ട് അങ്ങനെയുള്ള കമ്പനികളായിരിക്കും അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു സവിശേഷതകൾ? അപ്പോൾ ഈ കമ്പനികൾ എന്ന് പറയുന്നത് ഒരു തീരെ മോശമല്ല, ഒന്നും അത്ര അടിപൊളിയല്ല അല്ലേ. അപ്പോൾ അതിനൊരു മിഡ് സ്റ്റേജിലായിരിക്കും അതിൻ്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് വലിയ ചില കമ്പനികൾ വലിയ സാധ്യതയുള്ള കമ്പനികളായിരിക്കും. അപ്പോൾ വലിയ ഉയർച്ച കിട്ടാനായിട്ട് സാധ്യതയുള്ള കമ്പനികളായിരിക്കും. ഇപ്പോൾ തീരെ മോശം കമ്പനികൾ സ്റ്റാർട്ടപ്പ് കമ്പനികളെക്കാളും എന്തായിരിക്കും റിസ്ക്കും താരതമ്യേന കുറവായിരിക്കും. അപ്പോൾ ലാർജ് ക്യാപ് വെച്ച് നോക്കുമ്പോൾ റിസ്ക് അത്രയും കുറവായിരിക്കില്ല, പക്ഷേ ഇതിൻ്റെ ഇടയിലുള്ള ഒരു റിസ്ക് ആയിരിക്കും. ഇനി ആരൊക്കെയാണ് ഈ പറഞ്ഞ മിഡ് ക്യാപ് കമ്പനികൾ അല്ലെങ്കിൽ മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകൾ സെലക്ട് ചെയ്യേണ്ടത്? അതായത് ഒരു മീഡിയം റിസ്ക് താങ്ങാൻ കപ്പാസിറ്റി ഉള്ള ആളുകളും താരതമ്യേന ഉയർന്ന സ്റ്റോക്ക് ഈ ഇക്വിറ്റി ഫണ്ടുകളിൽ തന്നെ ഉയർന്ന വരുമാനം ആഗ്രഹിക്കുന്നവർക്കും ഈ പറഞ്ഞ മിഡ് ക്യാപ്പ് സെലക്ട് ചെയ്യാൻ പറ്റും. നോർമലി അതിൻ്റെ റിട്ടേൺസ് എന്ന് പറയുന്ന ഒരു 15 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും നോർമൽ റിട്ടേൺ. അത് ഓരോ ഫണ്ടുകളും AMCകളുടെയും ഫണ്ട് മാനേജ് ചെയ്യുന്ന ആളുകളുടെയും കപ്പാസിറ്റി അനുസരിച്ചിട്ട് എന്തായിരിക്കും റിട്ടേൺസ് ഒക്കെ മാറി മറിഞ്ഞിരിക്കും. അപ്പോൾ നിങ്ങളത് വ്യക്തമായിട്ട് മനസ്സിലാക്കി മാത്രം അത് സെലക്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം ഈ ലാർജ് ക്യാപ് സ്റ്റോക്കിനേക്കാളും വളർച്ച കൂടുതൽ വരാൻ സാധ്യതയുള്ള കമ്പനികളായിരിക്കും സ്വാഭാവികമായിട്ട് ഈ മിഡ് ക്യാപ് കാറ്റഗറി കമ്പനികളെന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാറ്റഗറിയാണ് സ്മോൾ ക്യാപ് ഫണ്ടുകൾ അല്ലേ. അപ്പോൾ ഈ സ്മോൾ ക്യാപ് ഫണ്ടുകൾ എന്താണ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ചെറിയ സ്മോൾ ക്യാപിറ്റലൈസേഷനുള്ള കമ്പനികളായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യത്തെ 100 പിന്നെ 101 മുതൽ 250 വരെ, ഇനി 250-നും താഴെയുള്ള കമ്പനികളായിരിക്കും സ്മോൾ ക്യാപ് കമ്പനികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ വലിയ 250 കമ്പനികളിൽ അല്ലാതെ അതിന് താഴെയുള്ള കമ്പനികളായിരിക്കും ഈ പറഞ്ഞ സ്കീമുകളിൽ സ്മോൾ ക്യാപ് സ്കീമുകളിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്പനികൾ എന്തായിരിക്കും വളർന്ന് തുടങ്ങുന്നുണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസ്ക് സാധാരണ കുറച്ചും കൂടെ കൂടുതലായിരിക്കും അല്ലേ. അത് മാത്രമല്ല, അപ്പോൾ റിസ്ക് കൂടുതലുണ്ടെങ്കിൽ വളർച്ചാ സാധ്യതയും കൂടുതലായിരിക്കും. അതാണ് ഈ സ്മോൾ ക്യാപ് ഫണ്ടുകളുടെ അഡ്വാൻറ്റേജ്. അപ്പോൾ ഇനി ആരൊക്കെയാണ് ഈ പറഞ്ഞ സ്മോൾ ക്യാപ് ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആൾക്കാർ? അതായത് കുറച്ച് ലോങ് ടൈമിലേക്ക്, ഒരു വലിയ ലോങ് ടൈമിലേക്ക് നമുക്ക് നല്ല റിട്ടേൺസ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ സ്മോൾ ക്യാപ് ഫണ്ടുകൾ വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ സ്മോൾ ക്യാപ് ഫണ്ടുകളിൽ അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ ചെറിയ കമ്പനികളിലും എന്താ പറയുക, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ എല്ലാ കമ്പനികളും ഒരുപക്ഷെ ചിലപ്പോൾ നന്നായി വരണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ താരതമ്യേന റിസ്ക്കും ഈ പറഞ്ഞ ഇതിൽ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സ്മോൾ ക്യാപ് കമ്പനികളിൽ നിങ്ങൾ അല്ലെങ്കിൽ സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ഏറ്റവും സൂക്ഷിച്ച് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. റിട്ടേൺസ് കൂടുതലിടാൻ സാധ്യതയുണ്ട്, പക്ഷേ റിസ്ക്കും കൂടുതലാണെന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഈ പറഞ്ഞ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ സ്മോൾ ക്യാപ് ഇപ്പോഴുള്ള ലാർജ് ക്യാപ് കമ്പനികൾ എന്ന് പറയുന്നത് എല്ലാ കമ്പനികളും ഒരു കാലഘട്ടത്തിൽ സ്മോൾ ക്യാപ് കമ്പനികളായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്മോൾ ക്യാപ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ നിന്നുമാണ് വളർന്ന് ഒരു ലാർജ് ക്യാപ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ സ്മോൾ ക്യാപ് കമ്പനികളിൽ
നല്ല വളർച്ച സാധ്യതയുള്ള കമ്പനികൾ ഒരുപാടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികളിലെ അങ്ങനെയുള്ള കമ്പനികളിലാണ് ഈ സ്മോൾ ക്യാപ് കമ്പനി, ഈ പറഞ്ഞ സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകൾ ഇങ്ങനെയുള്ള കമ്പനികളിലാണ് നിക്ഷേപിക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഈ സ്മോൾ ക്യാപ് കമ്പനികളുടെ കുറച്ച് സാധ്യതകളും അല്ലെങ്കിൽ കുറച്ച് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ലാർജ് ക്യാപ് ഫണ്ടുകൾ, മിഡ് ക്യാപ് ഫണ്ടുകൾ, സ്മോൾ ക്യാപ് ഫണ്ടുകൾ. അപ്പോൾ ഇത് മൂന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് നോട്ട് ചെയ്യുക. ഞങ്ങൾ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് അതിന് മറുപടി തരുന്നതായിരിക്കും. നമ്മൾ ഇത്രയും നേരം നമ്മൾ മനസ്സിലാക്കിയത് മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രധാനപ്പെട്ട കുറേ ക്ലാസിഫിക്കേഷൻസ് ആണ് അല്ലേ. അതായത് ഈ ക്ലാസിഫിക്കേഷൻസ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ പുതിയ ആളുകളൊക്കെ ആണെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ടിൽ കുറേ പ്രയോഗങ്ങളുണ്ട് അല്ലേ. ഒരുപക്ഷെ അങ്ങനെയുള്ള പ്രയോഗങ്ങൾ, ചില വാക്കുകൾ നമുക്ക് മനസ്സിലാവണമെന്നില്ല. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്ന അങ്ങനെയുള്ള ചില പ്രയോഗങ്ങളാണ്, നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് പ്രയോഗങ്ങളുണ്ട് മ്യൂച്വൽ ഫണ്ടിൽ. അതിലൊന്നാമത്തേന്ന് പറയുന്നത് ഓപ്പൺ എൻഡഡ് ഫണ്ടുകൾ എന്നുള്ളതാണ്. എന്താണ് ഈ ഓപ്പൺ എൻഡഡ് ഫണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എൻട്രി ചെയ്യാനോ എക്സിറ്റ് ചെയ്യാനോ പറ്റുന്ന സ്കീമുകളെയാണ് സാധാരണയായിട്ട് ഈ പറഞ്ഞ ഓപ്പൺ എൻഡഡ് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത്. അതായത് ഇക്വിറ്റി ഫണ്ടുകളും ഡെറ്റ് ഫണ്ടുകളും ഹൈബ്രിഡ് ഫണ്ട് എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എൻട്രി ചെയ്യാനും എക്സിറ്റ് ചെയ്യാനും കഴിയുന്ന ഫണ്ടുകളാണ്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഈ പറഞ്ഞ ഓപ്പൺ എൻഡഡ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. ഇതിനെന്താണ്, ലിക്വിഡിറ്റി വളരെ കൂടുതലായിരിക്കും അല്ലേ. അതായത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ അതിൻ്റെ ചില സ്കീമുകളുടെ ഒരു അടിസ്ഥാനത്തിൽ ചില എക്സിറ്റ് ലോഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ഈ പറഞ്ഞ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എൻട്രി ചെയ്യാനും എപ്പോൾ വേണമെങ്കിലും എക്സിറ്റ് ചെയ്യാൻ പറ്റുന്ന ഫണ്ടുകളെയാണ് സാധാരണയായിട്ട് ഓപ്പൺ എൻഡഡ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് ക്ലോസ്ഡ് എൻഡഡ് ഫണ്ടുകൾ? ആ പേരിൽ തന്നെ ഉണ്ട് അതല്ലേ. ഈ ക്ലോസ്ഡ് എൻഡഡ് ഫണ്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻട്രി ചെയ്യാനായിട്ട് ഒരു കാലാവധി ഉണ്ട്. ആ പീരിയഡിൽ മാത്രമേ അതിൽ എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അത് എക്സിറ്റ് ചെയ്യണമെന്നെങ്കിൽ ഒരു നിശ്ചയമായിട്ടുള്ള ഒരു കാലാവധി ഉണ്ട്. ആ കാലാവധി കഴിഞ്ഞ് മാത്രമേ എന്തായിരിക്കും നമുക്കത് അതിൽ നിന്ന് എൻട്രി ചെയ്യാൻ എക്സിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ചില ഈ പറഞ്ഞ ഈ ക്ലോസ്ഡ് എൻഡഡ് സ്കീമുകൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഡിമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് എക്സ്ചേഞ്ചിൽ വേണമെങ്കിൽ ട്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ അത് എക്സിറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി എല്ലാം ഉണ്ട്. ഓൺലി ആഫ്റ്റർ ആ എക്സിറ്റ് ലോഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടേം ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും എൻട്രി ചെയ്യാനും എക്സിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്കീമാണ് ഓപ്പൺ എൻഡഡ്. ഒരു നിശ്ചിത പീരീഡിൽ മാത്രമേ എൻട്രി ചെയ്യാനും എക്സിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ക്ലോസ്ഡ് എൻഡഡ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ കാണാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അല്ല, ഈ ഗ്രോത്ത് ഓപ്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അതായത് ഈ ഗ്രോത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഈ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു NAV ഉണ്ടാവും. ഈ NAV എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 10 രൂപയാണെങ്കിൽ അത് 14, 15, 16, 17, 18, 19 ഇങ്ങനെ കയറി ചിലപ്പോൾ അത് 100, 200 ഒക്കെ. അപ്പോൾ അതിൽ നിന്നും അത് ലിക്വിഡേറ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അത് ഇടയ്ക്ക് വെച്ച് നമുക്ക് പേയ്മെൻറ്റ് തരികയോ അങ്ങനെയൊന്നും ചെയ്യാതെ സ്ഥിരമായിട്ട് ഇങ്ങനെ വളർന്ന് പോകുന്ന ഒരു കാറ്റഗറി ഓഫ് ഫണ്ടിന് അല്ലെങ്കിൽ ഒരു സ്കീമിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദീർഘകാലത്തേക്ക് നമുക്കൊരു കോമ്പൗണ്ടിങ് ഒക്കെ ഉപയോഗപ്പെടുത്തി, അതായത് ഒരു പവർ ഓഫ് കോമ്പൗണ്ടിങ് ഒക്കെ ഉപയോഗപ്പെടുത്തി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ സെലക്ട് ചെയ്യേണ്ട ഒരു സ്കീമാണ് എന്ത്, ഈ ഗ്രോത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ദീർഘകാലത്തേക്ക് നമുക്കതിന് സമ്പത്ത് ഗ്രോ ചെയ്ത് പോകാനായിട്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ടാവും അല്ലെങ്കിൽ ഉപകാരങ്ങളുണ്ടാവും. അപ്പോൾ ഈ ഗ്രോത്ത് സ്കീം പോലെ തന്നെ അടുത്ത് നമ്മൾ കാണാൻ പറ്റുന്നൊരു സ്കീമാണ് ഡിവിഡൻഡ് പേ ഔട്ട് സ്കീം എന്ന് പറയുന്നത്. എന്താണ് ഡിവിഡൻഡ് പേ ഔട്ട് എന്ന് പറയുന്നത്? ഇപ്പോൾ നമ്മൾ ഗ്രോത്തിൽ ഇതിങ്ങനെ 10 മുതൽ 15, 16, 17 അങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഡിവിഡൻഡ് എന്ന് പറയുന്ന സ്കീമിൽ ഈ 10 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 15 ആയി കഴിയുമ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ വില കുറച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് ഡിവിഡൻ്റായിട്ട് ക്ലയൻസിന് കൊടുക്കും. അപ്പോൾ ഈ പറഞ്ഞ ഡിവിഡൻ്റായിട്ട് കൊടുക്കുന്ന സ്കീമിനാണ് നമ്മൾ ഡിവിഡൻഡ് സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്താ സംഭവിക്കുന്നത്, ഗ്രോത്തിൽ NAVയുടെ വില കൂടി പോകും. ഡിവിഡൻഡ് സ്കീം ആകുമ്പോൾ ഈ NAVയുടെ വില അങ്ങനെ കൂടി പോകില്ല, ഇടയ്ക്ക് നമുക്ക് അത് ആ NAVയുടെ ലാഭത്തിൽ നിന്ന് കുറച്ച് പൈസ നമുക്ക് കിട്ടും. ഇതിനാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്, ഡിവിഡൻഡ് സ്കീം എന്ന് പറയുന്നത്. ഇനി വേറൊരു സ്കീമാണ് ഡിവിഡൻഡ് റീഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം എന്ന് പറയും. അത് എന്താണ്, ഈ ഡിവിഡൻഡ് സ്കീം എന്താണ്, ഡിവിഡൻഡ് കട്ട് ചെയ്തിട്ട് നമുക്ക് ക്യാഷ് ആയിട്ട് തരും. ഈ ഡിവിഡൻഡ് റീഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം എന്ന് പറയുന്നത് ഡിവിഡൻഡായിട്ട് കട്ട് ചെയ്തത് നമുക്ക് ക്യാഷ് ആയിട്ട് തരില്ല. അത് വീണ്ടും അവരെന്ത് ചെയ്യും, അന്നത്തെ മാർക്കറ്റ് വിലയിൽ വീണ്ടും ഒരു യൂണിറ്റ്സ് പർച്ചേസ് ചെയ്യും. അപ്പോൾ ഈ ഗ്രോത്ത് ഫണ്ടിൻ്റെ പോലെ തന്നെയായിരിക്കും ഏകദേശം അത് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഗ്രോത്ത് ഫണ്ടിൽ NAV കയറി പോകും. പക്ഷേ ഈ പറഞ്ഞ ഡിവിഡൻഡ് റീഇൻവെസ്റ്റ്മെൻറ്റിൽ NAV ആയിരിക്കില്ല കയറി പോകുന്നത്. NAV കട്ട് ചെയ്ത് ഡിവിഡൻഡായിട്ട് വരുന്നു. ആ ഡിവിഡൻസ് യൂണിറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് യൂണിറ്റ്സ് കയറി വരും. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ ഗ്രോത്ത് സ്കീമും ഡിവിഡൻഡ് പേ ഔട്ട് സ്കീം എന്നാണ് പറയുന്നത്. ഡിവിഡൻഡ് പേ ഔട്ടും അതുപോലെ ഡിവിഡൻഡ് റീഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമും എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 3 കാറ്റഗറി ഓഫ് സ്കീമുകൾക്കും മൂന്നിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൂട്ടബിൾ ആയതാണെന്ന് നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കി മാത്രം നിങ്ങൾ അങ്ങനെയുള്ള സ്കീമുകളും സെലക്ട് ചെയ്യാം.
ഇനി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ എൻട്രി ലോഡ് എന്ന് പറയുന്നത് അല്ലേ. എൻട്രി ലോഡ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പോൾ ഈ പറഞ്ഞ നമ്മൾ എൻട്രി ലോഡ് എന്ന് പറഞ്ഞ ഒരു സമ്പ്രദായം സാധാരണ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇല്ല. എൻട്രി ലോഡ് എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെടുത്തൊരു എമൗണ്ട് അവർ ഫീസായിട്ട് കട്ട് ചെയ്യും. അതായത് ഇപ്പോൾ 10,000 ഇൻവെസ്റ്റ് ചെയ്താൽ ഇപ്പോൾ 2.5% എൻട്രി ലോഡെങ്കിൽ അതിൽ നിന്നൊരു ₹250 അല്ലേ, 2.5% എന്ന് പറയുന്നത് അവർ കട്ട് ചെയ്തിട്ട് ബാക്കി മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അതിനായിരുന്നു ഈ എൻട്രി ലോഡ് എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ കട്ട് ചെയ്തിട്ട് അവരെടുക്കുന്ന ചാർജിനായിരുന്നു സാധാരണ എൻട്രി ലോഡ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്താണ് എക്സിറ്റ് ലോഡ് എന്ന് പറയുന്നത്. ഈ നമ്മളൊരു ഇക്വിറ്റി ഫണ്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു ഒരു എക്സിറ്റ് ലോഡ് എന്ന് പറയുന്ന ഒരു ഡ്യൂറേഷൻ ഉണ്ടാവും. ഈ ഫണ്ട് ആ പീരീഡിൽ നമ്മൾ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സിറ്റ് ലോഡ് എന്ത് ചെയ്യും, അവർ കട്ട് ചെയ്യും. അപ്പോൾ ഇപ്പോൾ സാധാരണ ഇക്വിറ്റി ഫണ്ടുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കൊല്ലത്തിനുള്ളിൽ നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് 1% കോസ്റ്റ് കട്ട് ചെയ്യും. അപ്പോൾ അതിനവർ പറയുന്ന പേരാണ് എക്സിറ്റ് ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ എക്സിറ്റ് ലോഡ് ഒരു കൊല്ലത്തിനുള്ളിൽ നമ്മൾ എക്സിറ്റ് ചെയ്താൽ കട്ട് ചെയ്യും, ഒരു കൊല്ലം കഴിഞ്ഞാൽ എക്സിറ്റ് ലോഡ് കട്ട് ചെയ്യില്ല. അപ്പോൾ ഇതിനെയാണ് സാധാരണ എക്സിറ്റ് ലോഡെന്നും എൻട്രി ലോഡെന്നും പറയുന്നത്. എൻട്രി നടക്കുന്ന സമയത്ത് അവർ ചാർജ് ചെയ്യുന്നതിന് എൻട്രി ലോഡെന്നും എക്സിറ്റിൻ്റെ സമയത്ത് അവർ ചാർജ് ചെയ്യുന്ന എക്സിറ്റ് ലോഡ് എന്നും നമ്മൾ സാധാരണ മ്യൂച്വൽ ഫണ്ടുകളിൽ പൊതുവായിട്ട് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള ടേംസ് മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫണ്ടിൻ്റെ ഫാക്ട് ഷീറ്റ് എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്. അതായത് ഈ ഫണ്ടിൻ്റെ ഫാക്ട് ഷീറ്റ് എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും എന്ന് പറയുന്നത് എന്താണ്, ഫണ്ടിൻ്റെ ഒബ്ജക്റ്റ് എന്താണ് ആരാണ് ഫണ്ട് മാനേജ് ചെയ്യുന്നത്, അതിൻ്റെ റിട്ടേൺസ് എത്ര കിട്ടിയിട്ടുണ്ട്, അതിലെത്ര അസറ്റ്സ് ഉണ്ട്, എത്ര AUM ഉണ്ട്, അതുപോലെ ആ സ്കീമുകൾ എന്തൊക്കെ തലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ എത്രയാണ്, അതെന്താണ് ആരംഭിച്ചത്, ഇതിൻ്റെ ഒരു റിസ്ക് എത്രയാണ്, ഇങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസും ഒരു ഫണ്ടിനെ സംബന്ധിക്കുന്നത് കൃത്യമായിട്ട്, അതായത് ഏറ്റവും സാധാരണക്കാർക്ക് ഒരു മനസ്സിലാവുന്ന രീതിയിൽ അല്ലെങ്കിൽ അത് എഴുതി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അത് പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു ബുക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫാക്ട് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫണ്ടിൻ്റെ ഫാക്ട് ഷീറ്റ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ടും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് ഈ ഫണ്ടിൻ്റെ ഫാക്ട് ഷീറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഫണ്ടിൻ്റെ ഫാക്ട് ഷീറ്റിനെ പറ്റിയിട്ട് നമ്മൾ വിശദമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഇതിന് ശേഷം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ വിശദമായിട്ട് നമ്മൾ ഫാക്ട് ഷീറ്റിൽ എന്തൊക്കെ ഇൻഫർമേഷൻ ഉണ്ടെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ഫണ്ടിൻ്റെ ഫാക്ട് ഷീറ്റ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ ആണ്. നമ്മൾ TER നമ്മൾ പലപ്പോഴും ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സ് കണ്ടിട്ടുണ്ടാവും. TER എന്ന് പറയുന്നത് ആ ഫണ്ടിൽ മൊത്തത്തിൽ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള എക്സ്പെൻഡിച്ചറാണ് ഈ TER എന്ന് പറയുന്നത്, ടോട്ടൽ എക്സ്പെൻസ് റേഷ്യോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മാക്സിമം ക്യാപ്പ് എന്ന് പറയുന്നത്. ആ എക്സ്പെൻഡിച്ചർ ആയിരിക്കും ഈ അസറ്റ്സ് ടോട്ടൽ AUM ൽ നിന്നും ഡിഡക്റ്റ് ചെയ്ത് എടുക്കുന്നത്, ഒരു മ്യൂച്വൽ ഫണ്ട് ഡിഡക്റ്റ് ചെയ്ത് എടുക്കുന്നത്. അടുത്തൊരു ടേം ആണ് നെറ്റ് അസറ്റ് വാല്യൂ, അല്ലെങ്കിൽ ചില ആൾ അതിനെ NAV എന്ന് വിളിക്കും, NAV എന്ന് വിളിക്കും. അപ്പോൾ NAV യുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് നെറ്റ് അസറ്റ് വാല്യൂ എന്നുള്ളതാണ്. നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ തുടങ്ങുന്നത് 10 രൂപയ്ക്കായിരിക്കുമല്ലോ. അപ്പോൾ ഈ 10 രൂപയാണ് അതിൻ്റെ NAV എന്ന് പറയുന്നത്. അപ്പോൾ ആ മ്യൂച്വൽ ഫണ്ടിലുണ്ടാകുന്ന ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ച എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ഏറ്റവും നല്ല ഉപാധി എന്ന് പറയുന്നത് NAV യുടെ വളർച്ച നമ്മൾ നോക്കിയാൽ മതി. ഇപ്പോൾ 10 രൂപ എന്നുള്ളത് 15 രൂപ ആയി കഴിയുന്ന സമയത്ത് ആ NAV ഗ്രോ ചെയ്ത്, അപ്പോൾ അങ്ങനെ അതിനൊരു കാൽക്കുലേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫണ്ടിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നതൊക്കെ ക്ലയൻസിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഫിഗറാണ് ശരിക്കും പറഞ്ഞാൽ ഈ NAV എന്ന് പറയുന്നത്. NAV കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മ്യൂച്വൽ ഫണ്ട് ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അതിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ നിന്നും ആ വർഷം ഇപ്പോൾ ഡിവിഡൻസും അങ്ങനെയൊക്കെ കുറേ ഇൻകം കിട്ടിയിട്ടുണ്ടാവും, അതെല്ലാം കൂടെ കൂടി ചെയ്തിട്ട് അതിൻ്റെ എക്സ്പെൻഡിച്ചർ കുറയ്ക്കും. ബാലൻസ് വരുന്ന ടോട്ടൽ അസറ്റ്സിനെ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ് NAV എന്ന് പറയുന്നത്. അപ്പോൾ ഈ NAVനെ പറ്റിയിട്ട് നമ്മളൊരു വിശദമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഭാവിയിൽ ചെയ്യുന്നതായിരിക്കും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൽ വ്യക്തമായിട്ട് പഠിക്കാൻ പറ്റും. അടുത്തൊരു ടേമാണ് AUM. അത് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. AUM എന്ന് പറഞ്ഞാൽ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ്. ഇത് രണ്ട് രീതിയിലാണ് വരുന്നത്. ഒന്ന്, ഈ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മ്യൂച്വൽ ഫണ്ട് കമ്പനി മാനേജ് ചെയ്യുന്ന എല്ലാ സ്കീമുകളുടെയും ടോട്ടൽ അസറ്റ്, അതാണ് ആ മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ്. ഇനി ഒരു പർട്ടിക്കുലർ സ്കീം, ഒരു മിഡ് ക്യാപ് സ്കീം, അതിൻ്റെ AUM എന്ന് പറയുന്നത് ആ മിഡ് ക്യാപ് സ്കീമിൽ ഇപ്പോൾ ആ കമ്പനി എത്ര അസറ്റ്സ് കൈകാര്യം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ആ സ്കീമിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ടേം എന്ന് പറയുന്നത് ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് എന്നുള്ളത്. ഇത് നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലേ. ഈ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഒരു ഇൻവെസ്റ്റർക്ക് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു പെർഫോമൻസ് ഏറ്റവും മനസ്സിലാവുന്ന രീതിയിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഈ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഏറ്റവും
ഏറ്റവും സുലഭമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും ഇപ്പം നിഫ്റ്റി എന്ന് പറയുന്നത്. അപ്പം നിഫ്റ്റി സാധാരണഗതിയിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനികളിൽ ലാർജ് ക്യാപ് ഫണ്ടുകളുടെയൊക്കെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ഇപ്പം മിക്കവാറും നിഫ്റ്റി ആയിരിക്കും. അപ്പോൾ സാധാരണ ഒരാൾക്ക് മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ട് വലിയ ധാരണയില്ലാത്ത ഒരാൾക്ക് നിഫ്റ്റി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം. അപ്പോൾ നിഫ്റ്റിയുടെ പെർഫോമൻസും അയാളുടെ ആ ഫണ്ടിൻ്റെ പെർഫോമൻസും കൂടെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ നിഫ്റ്റിയേക്കാൾ കൂടുതൽ പെർഫോമൻസ് ആ ഫണ്ടിനുണ്ടെങ്കിൽ അത് നല്ലതാണ് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ളൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്, സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകൾ നമ്മൾ ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകൾ വെച്ചിരിക്കുന്നത്. മ്യൂച്വൽ ഫണ്ടിൻ്റെ ഈ ഒരു സീരീസ് ഓഫ് എപ്പിസോഡ്സിൽ ഏറ്റവും സുദീർഘമായിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു ഇത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളൊന്നും മിസ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം ഈ മ്യൂച്വൽ ഫണ്ടുകളുടെ ഒരുപാട് പ്രയോഗങ്ങൾ, ഒരുപാട് കാറ്റഗറൈസേഷൻസ്, ഒരുപാട് അതൊക്കെ നമുക്ക് മനസ്സിലായാൽ മാത്രമാണ് നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ടുകളെ പറ്റി കുറച്ച് നന്നായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റുള്ളൂ. കാരണം നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു നഷ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉണ്ടാവില്ല. നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ടുള്ള സ്കീമാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ പരിമിതികളുണ്ട്, എന്നാലും നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ വേറൊരു കാര്യമുള്ളതെന്ന് നമ്മൾ ചില ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളും ചില കാൽക്കുലേഷൻസും ഒക്കെ ചിലപ്പോൾ ഒരു പക്ഷേ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപൊക്കെ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസർ അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ഒരു സഹായം കൂടെ അല്ലെങ്കിൽ ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു മെൻറ്ററിങ് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനും റിട്ടേൺസ് എടുക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൽ പഠിച്ചുവല്ലോ. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഞങ്ങൾ അതിൻ്റെ ഡൗട്ട്സ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡായിരുന്നു, വളരെ ദീർഘമായിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു. നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ PDF ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളൊരു ഡൗൺലോഡ് ചെയ്യണം. അത് നിങ്ങളുടെ റെഫറൻസിനായിട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് പഠിക്കാവുന്നതാണ് ഇനി കൂടുതൽ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് നമുക്ക് എങ്ങനെ നിക്ഷേപിക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് മ്യൂച്വൽ ഫണ്ട്, ഏതൊക്കെ മ്യൂച്വൽ ഫണ്ടുകളാണുള്ളത്, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിസ്ക്കുകൾ എന്തൊക്കെയാണ്, മ്യൂച്വൽ ഫണ്ടിലുള്ള റിസ്ക്കുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഫണ്ട് എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കുറേ വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനുള്ളതാണ് നമ്മുടെ അടുത്ത എപ്പിസോഡ്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. അല്ലേ, നല്ലൊരു ഇൻവെസ്റ്റർ നല്ല രീതിയിൽ റിട്ടേൺസ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം. ഒരു അഡ്വൈസറും ഒരു മ്യൂച്വൽ ഫണ്ട്, ഞങ്ങളെപ്പോലുള്ളൊരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറും തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക, ഇൻവെസ്റ്റ് ചെയ്യുക, വിന്നറാവുക. വി ആർ ഹിയർ ടു ക്രിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വിന്നേഴ്സ്. താങ്ക് യു.